അമ്മ ഇതുവരെ എണീറ്റിട്ട് പോലും ഇല്ലല്ലേ? ഇന്ന് കഴിച്ചിട്ടില്ലല്ലോ. ഞാൻ കടത്തി നോക്കിയിട്ട് ചോറൊക്കെ അങ്ങനെ തന്നെയാണ്. രാവിലെ പോയപ്പോൾ പറഞ്ഞു എണീറ്റില്ലൊക്കെ ഇച്ചിരി നേരം നടക്കണം, കാലും കൈയൊക്കെ അനങ്ങണ്ട. എങ്ങനെ തന്നെ കിടന്നാൽ കാല് കൈ അനങ്ങുമോ? കുറച്ച് കഴിയുമ്പോൾ കാലിനൊക്കെ വേദന വന്നു കഴിയുമ്പോൾ കാല് വേദനയാ, എനിക്ക് കൈ വേദനയാ, അനക്കത്തില്ല എന്നൊക്കെ പറഞ്ഞു വാ ഡോക്ടറെ കാണണമെന്ന് പറഞ്ഞുകൊണ്ട് നടന്നാൽ മതിയല്ലോ. പറഞ്ഞ ഒട്ടും അനുസരിക്കരുത് കേട്ടോ, കേൾക്കുകയും ചെയ്യരുത്. എടാ കൊച്ചേ, വിളിച്ചാലും കേൾക്കൂല. അതെ, അവള് ചോദിക്കോ? എപ്പോഴാ പോയ? കുറച്ചേരായി. ആണോ? അവളൊന്ന് പോയിട്ട് വേണം ഇവിടെ നിന്ന് എണീക്കാന്ന് വിചാരിച്ചോണ്ടിരിക്കായിരുന്നു ഞാൻ. ഓ എൻ്റെ ദൈവമേ, എത്ര ദിവസമായെന്നറിയാവുന്ന ടി വി ഒക്കെ കണ്ടിട്ട്. ഓ കട്ടില് കിടന്നിട്ടേ ഒരു സുഖമില്ല. നമ്മൾ ഈ മോളിൽ പോയിട്ട് വരാം. ഞാൻ ആ മോളിൽ പോയിട്ട് ടി വി കണ്ടിട്ട് വരാം കേട്ടോ. നീ ഇവിടെ അടങ്ങിയിരുന്നോണം കേട്ടോ. അപ്പുറത്തായിട്ടൊന്നും കളിക്കാനൊന്നും പോയേക്കരുത്. ഞാൻ ഇപ്പൊ അവിടെ വരും. കോഴിക്കൊന്നും തിന്നാൻ കൊടുത്തില്ലാച്ചോ? കേറാനും പാടാണല്ലോ ദൈവമേ. ശ്വാസം മുട്ട്, കാലിനും ഭയങ്കര വേദന ഡോക്ടറെ. അനങ്ങ വയ്യ, ശ്വാസം മുട്ടുണ്ട്, നടക്കാൻ വയ്യ. നടക്ക് 2 സ്റ്റെപ്പ് നോക്കുമ്പോ ഭയങ്കരമായിട്ട് കലക്കുക. എന്നും കട്ടില് തന്നെ കിടപ്പാണ്, എണീക്ക് പോലും ഇല്ല. ഞാനൊരു മരുന്ന് തരാം. ആ മരുന്ന് 3 ദിവസം കണ്ടു കുറഞ്ഞില്ലെങ്കിൽ വീണ്ടും ഒന്ന് കാണാം. ശരി ഡോക്ടറെ. കൊച്ചേ, ഈ മരുന്ന് അവിടെ പോയി മേടിച്ചിട്ട് പോന്നോടെ ഇരിക്കാം. കണ്ണാ, എടാ ഇന്ന് അമ്മ ആശുപത്രി ഉണ്ടായിരുന്നു. എന്നാ പറഞ്ഞേ? മരുന്ന് കൊടുത്തിട്ടുണ്ട്. 3 ദിവസം കുറഞ്ഞില്ലെങ്കിൽ 3 ദിവസം കഴിയുമ്പോ ചെല്ലാൻ പറഞ്ഞു. എന്നെ പറ്റിയാണെന്ന് തന്നെ അടങ്ങിയത്. കട്ടിലെന്ന് എണീക്കാനും പറഞ്ഞാൽ കേൾക്കൂല. അതൊന്നും എണീറ്റ് നടന്നായിരുന്നെങ്കിൽ പകുതി അസുഖം പോകത്തില്ലായിരുന്നു. കട്ടിലെന്ന് എണീക്കൂല, പിന്നെ എങ്ങനെ എന്റെ അസുഖം പോകാനാ? അമ്മക്ക് അസുഖമൊന്നുമില്ല, അമ്മേനെ കാണുമ്പോഴുള്ള അസുഖമുള്ളൂ. ഞങ്ങളമ്മ ജോലിക്കുമില്ലായിരുന്നോ? അപ്പോൾ എണീച്ച് നേരെ അയൽവക്കത്ത് ടി വി കാണാൻ പോയിക്കാറുണ്ട്. ദൈവമേ, അപ്പൊ ഞാൻ നോക്കുമ്പോ ഈ കടല കിടക്കുന്ന ചോറിന്ന് കട്ടിന് ചോറ് പോലും എടുത്തിരുന്ന ഭക്ഷണം കഴിക്കുന്ന ഒന്നുമില്ലല്ലോ. അമ്മയെ കാണുമ്പോൾ ഉഷാറായിട്ട് വഴിയെടുത്ത് ചോറൊക്കെ തോന്നുന്നുണ്ടല്ലോ. ആണോ? ഇല്ല, നീറ്റൊക്കെ നടക്കണ്ടേ? അപ്പൊ ഞാൻ വരുമ്പോ ഈ കിടപ്പ് മൊത്താ എന്റെ പണിയാൻ കഴിയില്ലാത്തോണ്ടാ. ഞാനൊന്നും പറയില്ല. കുറച്ച് കഴിയുമ്പോ കാലുവേദനയാന്നോ ആ വേദനയാന്നോ ഈ വേദനയാന്നൊക്കെ പറഞ്ഞിരുന്നു. എനിക്ക് ഞാൻ എന്തേലും പറഞ്ഞു കൊടുക്കുന്നുണ്ട് എണീറ്റ് നടക്കണമെന്നൊക്കെ. പറഞ്ഞൊക്കെയാൽ എന്ത് ചെയ്യാൻ പറ്റും? എടാ കൊച്ചേ, വന്നേ കൊച്ചേ. എന്റെ കാലനക്കണില്ലാടോ, വേദന എടുക്കൂടാ, കൈ എടുക്കൂടെ കൊച്ചേ. പോകുമ്പോ ചപ്പറുകളൊക്കെ പോണല്ലേ? എന്താ എടാ കൊച്ച, ഇപ്പൊ എനിക്ക് ശരിക്കും അനങ്ങത്തില്ലാടെ. അന്ന് എനിക്ക് പണിയെടുക്കാൻ കഴിയാത്തതുകൊണ്ട് ഞാനിവിടെ അനങ്ങാണ്ട് കിടന്നപ്പോ കിടന്നിപ്പോ എനിക്ക് അനങ്ങാൻ പറ്റില്ലാടെ കൊച്ചന്ന്. അവളെപ്പോഴും പറയാ നമ്മ ഇങ്ങനെ കിടക്കരുത്